ഇന്ന് പത്രവാർത്തകൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത് ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇപ്പോൾ തൊട്ട് മുമ്പ് ശ്രീരാജിൻ്റെ വാർത്ത കേട്ടപ്പോൾ ഒരു പശ്ചിമ ബംഗാൾ സ്വദേശികളാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ ടിപ്പിക്കലി പത്തനംതിട്ട ഭാഷ സംസാരിക്കുന്ന രണ്ടുപേരും നമ്മളവിടെ കണ്ടത്. എനിക്കെല്ലാം ഓക്കെയാണ് ഇവിടെ എന്ന് വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട്. ഏതായാലും ബംഗാളിലെ വാർത്തയാണ് ആദ്യം. ഇവിടെ സന്തോഷമാണെങ്കിൽ അവിടെ മമതാ ബാനർജിക്ക് വലിയ സങ്കടമുണ്ടായ അല്ലെങ്കിൽ ദുഃഖമുള്ള അവർ വലിയ പ്രതിസന്ധി നേരിടുന്നൊരു സമയമാണ് ഇന്ന്. മാധ്യമം പത്രത്തിൻ്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: തൃണമൂൽ പിളർന്നു എന്നാണ്. 58 MLA-മാരുടെ പിന്തുണയുമായി ഋതബ്രത ബാനർജി പ്രതിപക്ഷ നേതാവായി. എല്ലാ സംഘടനാ സംവിധാനങ്ങളും പിരിച്ചുവിട്ട് മമതാ വിഭാഗം, അതായത് തൃണമൂൽ എന്ന പാർട്ടി പശ്ചിമ ബംഗാളിൽ രണ്ടായി പിളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഇവിടെ VR രാഗേഷിൻ്റെ ഒരു കാർട്ടൂണുണ്ട്. ഋതബ്രത ബാനർജിയുടെ കൈ എന്ന നിലയ്ക്ക് ആ പൂ പറിച്ച് രണ്ടാക്കി എന്ന ഇതാണ്. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്ന ഭിന്നമായി പോയി, ആ പൂ രണ്ടായി പറച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഋതബ്രത ബാനർജി എന്ന് പറയുന്ന ആൾ നേരത്തെ നമുക്ക് അല്ലെങ്കിൽ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം ആ സമയത്ത് CPIM-ന്റെ നേതാവായിരുന്നു. SFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ തരത്തിൽ ഡൽഹി കാലങ്ങളിലൊക്കെയുള്ള അല്ലെങ്കിൽ ആ സമയത്തുള്ള മാധ്യമ പ്രവർത്തകർക്കൊക്കെ കുറേ കൂടി കൃത്യമായി അറിയുന്ന ആളാണ്. ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അയാൾ പശ്ചിമ ബംഗാളിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി മാറുന്നു. അതിൽ എങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇനി അതിൻ്റെ വരുംകാല കാര്യങ്ങളെന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവും. ഏതായാലും തൃണമൂൽ കോൺഗ്രസ് പിളർന്നിരിക്കുന്നു. മമതാ ബാനർജി വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത. അതിനെ കുറെ കൂടി ശരിവെക്കുന്ന തരത്തിലാണ് മനോരമയുടെ ഹെഡ്ലൈൻ. മമത വീണു, തൃണമൂൽ പിളർന്നു എന്നാണ് മനോരമ അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ഡൽഹിയിലെ ഇന്നലത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ തീക്കലി എന്നാണ്. അത് 21 പേർ മരിച്ചു. മരിച്ചവരിൽ 11 വിദേശികളും. ഡൽഹി ഹോട്ടലിൽ തീപിടുത്തം. 6 മുറികൾക്ക് അനുമതിയുള്ള ഹോട്ടലിൽ 25 മുറികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ ഇത്തരത്തിലുള്ള പല ഹോട്ടലുകളും കാണാൻ കഴിയും. അത്രത്തോളം ആളുകളെ കുത്തി നിറച്ച ഹോട്ടൽ മുറികൾ ഉള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അത്രയും ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കുന്നുണ്ട്. കേരള കൗമുദിയും വളരെ ഗംഭീരമായ ഹെഡ്ലൈനാണ് കൊടുത്തിരിക്കുന്നത്. തീ ദുരന്തം എന്നാണ് അവർ അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. മനോരമ പറയുന്നത് ഡൽഹിയിലെ ഹോട്ടലിൽ തീപിടുത്തം, 21 മരണം എന്നുള്ള വലിയൊരു ഹെഡ്ലൈൻ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ തീപിടുത്തത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തി എടുക്കുന്ന നാട്ടുകാരുടെ ഒരു ചിത്രം, ഒരു തീ ചിത്രം കൂടി കൊടുത്തുകൊണ്ടാണ് മനോരമ അത് അസോസിയേറ്റഡ് പ്രസിൻ്റെ ഏജൻസി ഫോട്ടോയാണ് എങ്കിൽ പോലും വളരെ ഗംഭീരമായി ആ ഫോട്ടോ കൂടി പ്ലേസ് ചെയ്തുകൊണ്ടാണ് മനോരമ ഇന്ന് ആ വാർത്തയെ വെച്ചിരിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് പോയാൽ വീണ്ടും മാതൃഭൂമിയിൽ ഇന്ന് ഹെഡ്ലൈൻ കൊണ്ട് വീണ്ടും മാതൃഭൂമി വളരെ മികച്ച രീതിയിലാണ് വാർത്ത പ്ലേസ് ചെയ്തിരിക്കുന്നത്. ചോരക്കളി എന്നാണ്. കുവൈറ്റ് വിമാനത്താവളത്തിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണം, ഇന്ത്യക്കാരൻ മരിച്ചു, 3 മലയാളികൾക്ക് പരിക്ക് എന്നാണ്. പശ്ചിമേഷ്യ സംഘർഷഭരിതമായി. കുവൈത്തിൽ 13 ഇന്ത്യക്കാർ അടക്കം 63 പേർക്ക് പരിക്ക് എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമ്പോൾ അത്തരത്തിൽ ഈ UAE അടക്കമുള്ള അറബ് രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് സ്വാഭാവികമായും കേരളത്തെ, പ്രത്യേകിച്ച് കേരളത്തിലും മലയാളികളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനെ ചോരക്കളി എന്ന ഹെഡ്ലൈനിൽ ഇന്ന് മാതൃഭൂമി പ്രസന്റ് ചെയ്യുന്നുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കൈവിട്ട കളി എന്നാണ്. കുവൈറ്റിൽ വീണ്ടും ഇറാന്റെ ആക്രമണം, 3 മലയാളികൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ വാർത്തകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് കേരള കൗമുദിയും ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ സുപ്രഭാതത്തിൽ പറയുന്നത് JEE അഡ്വാൻസ്ഡ് പരീക്ഷയും വിവാദത്തിൽ. 1.79 ലക്ഷം, അതായത് 1,79,000 വിവരങ്ങൾ ചോർന്നുവെന്നാണ്. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ പുറത്ത്. സുരക്ഷാ വീഴ്ച സമ്മതിച്ച് IIT റൂർക്കി. ക്ലൗഡ് സ്റ്റോറേജിലെ പിഴവ് ചോർച്ച കാരണം എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ്. നീറ്റ് CBSE പരീക്ഷകൾക്ക് പിന്നാലെ രാജ്യത്തെ എഞ്ചിനീയറിംഗ് ബിരുദത്തിനുള്ള ദേശീയ തലത്തിലെ പൊതുപ്രവേശന പരീക്ഷയായ JEE അഡ്വാൻസ്ഡ് പരീക്ഷ ഫലവും വിവാദത്തിൽ എന്ന വാർത്ത ഇന്ന് സുപ്രഭാതത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയെ 1-ാം പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലേക്ക് വരുമ്പോൾ വ്യാജനെ പൂട്ടാൻ SIT എന്നുള്ള വാർത്തയാണ് ചന്ദ്രിക ഇന്ന് 1-ാമത്തെ പ്രധാനപ്പെട്ട വാർത്തയെ കൊടുത്തിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട്
വിനോദ് കേസിൽ അന്വേഷണം, കോഴിക്കോട് റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം, SIT പാറക്കൽ അബ്ദുള്ള MLA-യുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു SIT രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്രിക ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മംഗളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു SIT-യുമായി ബന്ധപ്പെട്ട വാർത്തയുടെ ഇന്നലെ കോടതിയിൽ നടന്ന കാര്യങ്ങളാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം പരുക്ക് നിസ്സാരമല്ലേ എന്ന് കോടതി തെളിവായി പോലീസ് വീഡിയോ നൽകണം എന്നുള്ള കാര്യം കൂടി കോടതി പറഞ്ഞു എന്നുള്ളതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ ഉണ്ടായ ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെളിവുകൾ ആവശ്യപ്പെട്ട കോടതി ഫോറൻസിക് റിപ്പോർട്ടും പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ദൃശ്യങ്ങളും ഉണ്ടെങ്കിൽ അതും ഹാജരാക്കാൻ ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശിച്ചു എന്നുള്ള വാർത്ത മംഗളം പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ ഇന്ന് ഉണ്ട്. ദീപികയിലേക്ക് വരുമ്പോൾ കർണാടകയിൽ ഇനി DK യുഗം എന്നാണ്. G. പരമേശ്വര മുഖ്യമന്ത്രിയാവുന്നു. മലയാളിയായ KJ ജോർജും UT ഖാദറും മന്ത്രിമാരാകുന്നു. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയും മന്ത്രിയാണ് എന്നുള്ള കാര്യം ദീപിക ഇന്ന് ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ മറ്റ് പത്രങ്ങളിലേക്കാൾ കുറെ കൂടി പ്രതിപക്ഷ വാർത്ത എന്ന നിലക്ക് അതിനെ തലങ്ങും വിലങ്ങും മാറ്റിയത് രോഗികളടക്കം 1982 ജീവനക്കാരെ സർക്കാരിനെ ചോദ്യ മുനയിലാക്കി പ്രതിപക്ഷ പ്രതിഷേധം. ഓൺലൈൻ സ്ഥലം മാറ്റം അട്ടിമറിച്ചു. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ അടക്കമാണ് ഭരണം കിട്ടി ദിവസങ്ങൾക്കടക്കം സ്ഥലം മാറ്റിയത്. ചട്ടവിരുദ്ധ സ്ഥലം മാറ്റ ഉത്തരവിൽ ഒപ്പിട്ട ഉദ്യോഗസ്ഥനെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി. മന്ത്രിയുടെ അളിയൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. കസേരകൾക്കായി ലേലം വിളി നടക്കുന്നു എന്ന അടക്കമുള്ള ഇന്നലെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ദേശാഭിമാനി ഇന്ന് ഒന്നാമത്തെ പേജിൽ ആ വാർത്ത പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുക്കുന്നുണ്ട്. വീക്ഷണത്തിലേക്ക് വരുമ്പോൾ വീക്ഷണം പറയുന്നത് വല്യേട്ടൻ വഴങ്ങിയില്ല, വാശിയിൽ CPI എന്നാണ്. പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ച് CPM CPI പോര് കടുത്തു. MV ഗോവിന്ദൻ ബിനോയ് വിശ്വം ചർച്ച പരാജയമായി എന്നുള്ള കാര്യം പൊളിറ്റിക്കലി തന്നെ വീക്ഷണം ഒന്നാമത്തെ പേജിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. മറ്റൊരു രാഷ്ട്രീയ ചർച്ച അത് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. അണ്ണാമലൈ അകത്തോ പുറത്തോ ചർച്ച തുടരുന്നു എന്നുള്ളതാണ്. രാജി സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെ BJP തമിഴ്നാട് ഘടകം മുൻ അധ്യക്ഷൻ K. അണ്ണാമലയെ അനുനയിപ്പിക്കാൻ BJP ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം തുടരുന്നു. അദ്ദേഹം രാജിവെച്ചോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല എന്നാണ് ഇന്ന് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മനോരമയിലെ സ്പോർട്സ് വാർത്തയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലോകകപ്പിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായ ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആരവത്തിലേക്ക് നമ്മളും കടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാ പത്രങ്ങളുടെയും സ്പോർട്സ് പേജ് എന്ന് പറയുന്നത് സ്വാഭാവികമായി ഇപ്പോൾ ഇത്തരത്തിൽ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങളുള്ളത്. മനോരമ ഫുൾ പേജ് ത്രൂ ഔട്ട് അത് ലോകകപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പലയിടങ്ങളിലും ഗോളോളം ആവേശം എന്നുള്ള തരത്തിൽ ചിത്രങ്ങളുണ്ട്. അതിൻ്റെ കൂടെ പറയുന്ന ഹെഡ്ലൈൻ കള്ളക്കളി വേണ്ട എന്നാണ്. ലോകകപ്പിന് മുന്നോടിയായി ഫുട്ബോൾ നിയമങ്ങളിൽ 4 പ്രധാന മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ് ആ വാർത്ത. അതിലൊന്ന് വാ പൊത്തി മിണ്ടരുത്, അങ്ങനെ മിണ്ടാൻ പാടില്ല. മൈതാനം അതായത് റഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മൈതാനം വിട്ടാൽ റെഡ് കാർഡ് ലഭിക്കുന്ന അവസ്ഥയുണ്ടാവും. ത്രോ വൈകരുത്, ത്രോ ഇന്ന് അനുവദിച്ച ശേഷം റഫറി കൈ ഉയർത്തി 5 സെക്കൻഡ് എണ്ണുന്നതിനുള്ളിൽ ത്രോ നടത്തണം എന്നുള്ളതാണ്. സബ് വൈകരുത്, സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡ് കാണിച്ച ശേഷം 10 സെക്കൻഡ് മാത്രമാണ് താരങ്ങൾക്ക് മൈതാനം വിടാനുള്ള സമയം ഉണ്ടാവുക. അതിനുവേണ്ടി സമയം വൈകിപ്പിക്കാൻ പാടില്ല എന്നിങ്ങനെ പ്രധാനപ്പെട്ട 4 നിയമങ്ങൾ, പ്രധാന മാറ്റങ്ങൾ ഇത്തവണ ഉണ്ട് എന്ന് മനോരമ ഇന്ന് ഒന്നാമത്തെ അവരുടെ സ്പോർട്സ് പേജിൽ ഇന്ന് പറയുന്നുണ്ട്. 2 എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. അതിലൊന്ന് മാതൃഭൂമിയുടെ എഡിറ്റോറിയലാണ്. അത് അഴിഞ്ഞാടുന്ന നാട് എന്നാണ് മാതൃഭൂമി എഡിറ്റോറിയൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ യുവത്വം അഴിഞ്ഞാടുകയാണെന്നത് മനസ്സിൽ ഭയപ്പാട് തീർക്കുന്നു എന്നുള്ളതാണ്. വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും അഴിഞ്ഞാട്ടങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ആശങ്ക തോന്നുന്നു. അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത 2 യുവതികളെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഘം ചേർന്ന് മർദ്ദിച്ചവശരാക്കിയ സംഭവം നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ്. മത്സര പരീക്ഷാ പരിശീലനത്തിനായി കൊച്ചിയിലെത്തിയ കുട്ടികളെയാണ് ഇത്തരത്തിൽ മർദ്ദിച്ചത് എന്നുള്ള കാര്യം പറയുന്നു. ഹിംസ മനുഷ്യൻ്റെ ആന്തര ചോദനയാണെന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാം. പക്ഷേ മനുഷ്യകുലം കാലാന്തരത്തിൽ സംസ്കാരം ആർജിച്ചത് ആ വാസനയെ വെല്ലാൻ വേണ്ടിയാണ്. സംസ്കാരത്തിലെ മുൻ നടത്തക്കാരെന്ന് അഭിമാനിക്കുന്ന നാം കേരളീയർ എന്തേ ഇപ്പോൾ വല്ലാതെ ഹിംസോന്മുഖരാകുന്നു എന്നാണ്. അത് പറ്റില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഇന്ന് ഉള്ളത്. ദീപികയുടെ എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാൻ. കറക്ക് കമ്പനിയെ രക്ഷിച്ചു, വിദ്യാർത്ഥികളെ ശിക്ഷിച്ചു എന്നാണ് ഇന്ന് ദീപിക പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 17,68,000
12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഭാവിയുടെ കരാർ ഫോട്ടോസ്റ്റാറ്റ് തട്ടുകടക്കാരുടെ വൈദഗ്ധ്യം പോലും ഇല്ലാതിരുന്ന കരിമ്പട്ടികയിൽപ്പെട്ട കറക്ക് കമ്പനിക്ക് കൊടുത്തവർ ശിക്ഷിക്കപ്പെടുമോ എന്നതാണ് ചോദ്യം എന്നാണ്. അതിൻ്റെ ഉത്തരം വരട്ടെ എന്ന് പറയുന്നു. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ച വേദാന്ത ശ്രീവാസ്ത എന്ന വിദ്യാർത്ഥി തനിക്ക് ലഭിച്ച ഫിസിക്സ് ഉത്തരക്കടലാസിലെ കയ്യക്ഷരം തൻ്റേതല്ലെന്ന് തെളിവ് സഹിതം പോസ്റ്റ് ചെയ്തപ്പോൾ ആ കുട്ടിയെ പാകിസ്ഥാനി എന്നും ദേശദ്രോഹി എന്നുമാണ് സൈബർ ഗുണ്ടകൾ അധിക്ഷേപിച്ചത്. ഒടുവിൽ അവൻ പറഞ്ഞ തെറ്റ് അംഗീകരിച്ച് CBSEക്ക് മാപ്പ് പറയേണ്ടി വന്നു എന്നത് വേറെ കാര്യം. ഈ പാകിസ്ഥാൻ ദേശദ്രോഹി ഭാഷ ആരുടേതാണെന്നും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കുന്ന സംസ്കാര നിർമ്മിതിയിൽ തങ്ങൾക്ക് പങ്കെന്താണെന്നും ചിന്തിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് ദീപിക പറയുന്നത്. അങ്ങനെ അത് വിദ്യാർത്ഥികളുമായി അല്ലെങ്കിൽ യുവാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള എഡിറ്റോറിയൽ ഇന്ന് മാതൃഭൂമിയിലും ദീപികയിലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ ചിതറിക്കിടപ്പുണ്ട് പത്രങ്ങളിൽ. അതിൽ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയതാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. ഇനി വീണ്ടും സേതുവിലേക്ക്.